വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നീച്ച ഉടനെ വന്ന് ഉമ്മറത്തിറങ്ങി വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം രാവിലെയാണ് ഒന്ന് നിന്ന് നടക്കണത്. അപ്പോൾ കണ്ടോ മുറ്റത്തൊക്കെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്, ഏകദേശമൊക്കെ വറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് പല്ലേക്കലും മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് എൻ്റെ ജോലികളിലേക്കാണ് കടന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഗ്യാസിൻ്റെ മേലെ 2 പാത്രത്തിൽ വെള്ളം വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരെണ്ണം ചായയല്ല കാപ്പി വയ്ക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഗ്യാസൊക്കെ തുടച്ചു കൊടുത്തു കേട്ടോ. വലിയ പൊടി അഴുക്കൊന്നും ഇല്ല, എന്നാലും വെറുതെ ഒന്ന് തുടച്ചു കൊടുത്തു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു കേട്ടോ. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ നിൽക്കുക പിന്നെയും പെയ്യുക, നിൽക്കുക പിന്നെയും പെയ്യുക, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാനും മുറ്റടിക്കാനും ഒന്നിനും പറ്റില്ല. പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബെഞ്ചിൽ ഒന്നും കഴുകിയിട്ടൊന്നും ഇല്ല, അതൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ വേഗം അടുക്കളയത്ത് അകത്തുള്ള പണികൾ അങ്ങോട്ട് വേഗം തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചായക്കുള്ളതും പിന്നെ അതുപോലെ തന്നെ പലഹാരത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എന്നാൽ അത് തിളയ്ക്കുമ്പോഴത്തേനും ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കടലാസും പട്ടയും അതും ഇതൊക്കെ ഇട്ടിട്ട് കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ കിച്ചും ഏട്ടനൊക്കെ നീച്ചു വന്ന്. തുമ്പി നീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കിച്ചു വന്നിട്ട് അമ്മ പാലുണ്ടാക്കിയോ ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പാല് വാങ്ങിയിട്ടുണ്ടെങ്കിലേ എന്നുള്ള ഓർമ്മ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം കാപ്പിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം വേഗം ഓഫാക്കി വെച്ച് അത് ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പാല് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം എന്തായാലും ചൂടായിട്ടായിരിക്കണം. അത് ഞാൻ പാലിലേക്ക് ഒഴിക്കുകയും ചെയ്തു. എന്നിട്ട് അങ്ങനെ തിളപ്പിക്കാനും വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു കേട്ടോ. നമ്മൾ എന്നും ഡെയിലി ഇവിടെ പാല് മേടിക്കാത്ത കാരണം കൊണ്ടാണ് മറന്നു പോണത്. അപ്പോൾ അവൻ വന്ന് ഓർമ്മിപ്പിച്ച കാരണം ചായയിലെ മനസ്സാരം വെറുതെ വേസ്റ്റ് ആയില്ല കേട്ടോ. അത് പാലും അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്, തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പലഹാരത്തേക്കുള്ളത് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തണുപ്പ് ഒന്ന് ആറിയതിന് ശേഷം, ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് കൈയും കൊണ്ട് കുഴയ്ക്കുള്ളൂ. അങ്ങനെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു. എന്നിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ അങ്ങനെ ആക്കി പീച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. എന്നാലും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും മഴയാണെങ്കിലും അല്ലെങ്കിലും അകത്തുള്ള പലഹാരം ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പുറത്തേക്ക് തന്നെ ഇറങ്ങുള്ളൂ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ പലഹാരത്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 6:45 7 മണിയൊക്കെ ആവാറാകുമ്പോൾ തന്നെ നീച്ച കേട്ടോ. കാരണം ഇന്ന് ക്ലാസ്സും ഇല്ല കിച്ചുവിന്. അപ്പോൾ മെല്ലെ നീച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേഗം പലഹാരമൊക്കെ ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് കഴിച്ചിട്ട് പോകണ്ടേ 8 മണിയാകുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ നൂൽപുട്ടൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ കിച്ചും തുമ്പി നീച്ചു കേട്ടോ. രണ്ടാളും പോയിട്ട് പല്ലൊക്കെ തേച്ച് വന്ന് നല്ല കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കിച്ചുവിന് പാല് വേണം പറഞ്ഞു. അപ്പോൾ അവർക്ക് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ചായയും പാലും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയല്ലേ ചെയ്യാറ്. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ എന്നാൽ കിച്ചുവിന് എനിക്ക് വേഗം ആറ്റി കൊടുത്തു കേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് പാൽ ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ആറ്റിയിട്ട് രണ്ടാൾക്കും കപ്പിലാക്കിയിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഇവർ ഈ കപ്പിൽ മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. ഗ്ലാസ്സിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കില്ല. ഇതാണ് അവർ 2 പേരുടെയും കപ്പ്. അപ്പോൾ അതിൽ കൊടുത്താൽ മാത്രമേ അവർ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് നൂൽപുട്ടിനുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ ചോറിന് വെള്ളം തിളച്ചപ്പോൾ ഏട്ടൻ വേഗം അരിയൊക്കെ കഴുകിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ അത് വേഗം ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലായിടത്തേക്കും ഓടി എത്താൻ പറ്റണില്ല കേട്ടോ, അത് കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അടുത്തതും ആക്കിയിട്ട് അങ്ങനെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ പാത്രത്തിലേക്കും ആക്കി വെക്കണം. ഏട്ടനും പോകാനായിട്ട് വൈകിട്ട് തന്നെ ഇരിക്കണം. ഏട്ടനാണെങ്കിൽ 7 മണിയൊക്കെ കഴിഞ്ഞ് 7:30 ആവാറാകുമ്പോഴേട്ടോ നീച്ച് വന്ന തന്നെ. 8 മണിക്ക് എന്നിട്ട് ഓടും ചെയ്യും കേട്ടോ. കുറച്ച് നേരത്തെ നീക്കാൻ പറഞ്ഞാൽ നീക്കുകയേ ഇല്ല കേട്ടോ. പിന്നെ മഴയൊക്കെ കാരണം കൊണ്ട് നല്ല സുഖത്തിൽ പുറച്ച് മൂടി കിടക്കുകയാണ് കേട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഏട്ടനും പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചായ വേണം പറഞ്ഞപ്പോൾ എനിക്കും ഏട്ടനുള്ള ചായ എടുക്കുന്നുണ്ട്. പാലാണെങ്കിലും ചായ ആണെന്നുണ്ടെങ്കിലും എനിക്ക് അരിച്ചിട്ട് എടുക്കണമാണ് കേട്ടോ ഇഷ്ടം. കുട്ടികൾക്കാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുടിക്കാനൊക്കെ എടുക്കുമ്പോൾ ഞാൻ അരിച്ചിട്ടാണ് കേട്ടോ എടുക്കുക. കാരണം എനിക്ക് ഈ പാൽപ്പാടയും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുടിക്കുമ്പോൾ തടയണതൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അറപ്പാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചിട്ടൊക്കെയാണ് കൊടുത്തത്. പിന്നെ ചായയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അരിച്ചു കൊടുത്തു. ഏട്ടന് പിന്നെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും അങ്ങനെ നിന്നിട്ട് ചായ കുടിക്കേണ്ടത്. തുമ്പിക്കുട്ടിയും കിച്ചുവിൻ്റെ ഒക്കെ ചായ കൂടി നേരത്തെ കഴിഞ്ഞ് ചായയല്ല പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചു സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സ്പൂണും കയ്യിൽ അതും ഇതൊക്കെ എടുത്തിട്ട് എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്കുള്ളതും അവനുള്ളതൊക്കെ എടുക്കണുണ്ട് അവൻ.
അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ നൂൽപുട്ടിലേക്കുള്ള മുട്ടക്കറി. ഈ ഒരു ടൈമിൽ നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം മഴയൊക്കെ ഒന്ന് നിന്നിട്ടൊക്കെ ഉണ്ട്. ഈ മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ടാവുമായിരിക്കും നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് നല്ലൊരു മഴ ദിവസം തന്നെ ആയിരിക്കും. കാരണം നീച്ചോടുമ്പോൾ തന്നെ മഴയിലല്ലേ കണി കണ്ടത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ലൊരു മഴ ദിവസം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അത്തം എന്തായാലും കറുത്തു എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ 5-ാം തീയതി അത്തല്ല, 5-ാം തീയതി തോന്നുന്നു കേട്ടോ. അത്തല്ലേ, അത്തം എന്തായാലും കറുത്തു തോന്നുന്നു. ഓണം വെളുക്കട്ടെ, അത്തം കറുത്താലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത്. കാരണം നമ്മൾ ഓണത്തിന് ഒരു വഴിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഏട്ടൻ നിൽക്കണം. മഴയൊക്കെ ആകുമ്പോൾ എല്ലാം കുളമാവും. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടക്കറിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ അരിയിൽ കഴിഞ്ഞിട്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോൾ ചായ കുടിക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാട്ടോ കഴിക്കുക. അത് ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഇരുന്നിട്ടാട്ടോ കഴിക്കുള്ളൂ. ഓരോരുത്തരായിട്ട് ഇരുന്ന് കഴിക്കില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ അടുത്ത് കഴിക്കും കേട്ടോ, അങ്ങനെ ഉള്ളൂ. അപ്പം ചായ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു. ഒരു ലോഡില്ലേ, ഞാനൊരു ട്രിപ്പ് കഴുകി കേട്ടോ. മഴയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനൊരു ട്രിപ്പ് കഴുകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ രാവിലെ കഴുകാനുള്ള മാറ്റി വെച്ചതിലൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് പോയതിന് ശേഷം ഇതിപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ടുള്ള കഴുകലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടോ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. പക്ഷെ മുറ്റത്ത് അവിടെ ഇവിടെ ആയിട്ട് വെള്ളം നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുറ്റടിച്ചു വാരൊന്നും കഴിഞ്ഞിട്ടില്ല, ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ നീച്ച് കഴിഞ്ഞാൽ എല്ലാ പണി വേഗം കഴിയും. പക്ഷെ നേരം വൈകിട്ടെങ്ങാനും നീച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മെല്ലെ ഇട്ടിട്ട് എല്ലാം അതും കഴിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് എന്താ പറയുക അടുക്കളയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൂട്ടാം ഞാൻ. എന്നിട്ട് ഇതാ ഉമ്മറോ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആകൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വേണം മുറ്റടിച്ച് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കണ്ടോ നമ്മുടെ കിച്ചു തുമ്പി, ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ, കിച്ചു തന്നെ പോയി ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് തുമ്പിക്കുട്ടിക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നുണ പറയാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവൻ അങ്ങനെയാണ് കേട്ടോ. എന്താ പറയേണ്ട ആവശ്യമില്ല, അവന് ബുക്ക് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ അവൻ പോയിട്ട് എടുക്കും കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എവിടേക്കാണ് അവർ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്കൂൾ ബസ് പോകുന്നുണ്ട് കേട്ടോ. ഇന്നും പ്രോഗ്രാം തന്നെയാണ്, കൾച്ചറൽ മീറ്റപ്പ് തന്നെയാണ്. പക്ഷെ ഇന്നത്തേലും അവനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതിരുന്നത് കേട്ടോ. പിന്നെ എനിക്കറിയില്ലേ, നീ പറഞ്ഞു കൊടുക്ക്. എനിക്ക് പാടിക്കോ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ അവന് സ്വന്തമായിട്ട് പഠിക്കണേക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മുടെ തുമ്പിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ. കാരണം ഞാൻ അവന് പറഞ്ഞു കൊടുക്കണ പോലെ അവൻ അവൾക്കും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത്ര ക്ഷമയോടുകൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യമൊക്കെ വരും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അവൻ കണ്ടില്ല, നേരെ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമായി, ഒരു അത്ഭുതം പോലെ തോന്നിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. അപ്പോൾ അവൻ ഓരോന്നോരോന്നായിട്ട് തുമ്പിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പറയാൻ ചിലത് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ എന്താ പറയുക, നേരെ പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചൂടാവണമുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നേരെ പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് തുമ്പിക്ക് മെല്ലെ പറഞ്ഞു കൊടുക്കും, തുമ്പിക്ക് അറിയില്ലല്ലോ, ഉണ്ണി ചെറുതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ നേരെ പോലെ ഇരുന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അവൻ എന്താ പറയുക, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, ഇതൊക്കെ അവനായിട്ട് ചെയ്യണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് അവരുടെ കൂടെ ഒക്കെ നിന്നപ്പോൾ എന്താ പറയുക, സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ള എൻ്റെ ജോലികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കൂട്ടെ കുറേ നേരം, എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ കുറേ നേരം അങ്ങനെ ഇരിക്കും. അതൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം. എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തും കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഈ തിണ്ടൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തുടക്കണില്ല, കാരണം ഒന്ന് മഴയായ കാരണം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങില്ല, ഇങ്ങനെ ഈർപ്പം നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് അടിച്ച് കഴുകിയിട്ട്
ഉമ്മറ മാത്രം കേട്ടോ, ഈ തിണ്ട് മാത്രം. കാരണം രാത്രി മൊത്തം മഴയായിരുന്നു. അപ്പോൾ ഊത്താലടിച്ചിട്ടും ഒക്കെ അങ്ങനെ വെള്ളവും ചളിയൊക്കെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകുന്നുണ്ട്. പിന്നെ മോപ്പ് വെച്ചിട്ടൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുറ്റൊന്നും അടിച്ച് വാരിയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മുറ്റമൊക്കെ അടിച്ച് വാരി. ഇപ്പോൾ അടിച്ച് വാരൽ അകത്തൊക്കെ അടിച്ച് വാരിയിട്ട് പൊടിയൊക്കെ പുറത്തേക്ക് ആക്കിയതല്ലേ ഉള്ളൂ. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ തിണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണം മുറ്റമൊക്കെ അടിച്ച് വാരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എത്ര അടിച്ച് വാരിയാലും പിന്നെ മഴ വരും കേട്ടോ. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറും, വെള്ളം ചളിയും ഒക്കെ കയറും. അങ്ങനെ തെറിക്കുമല്ലോ ചളി, മുറ്റത്തെ മണ്ണ് ഇങ്ങനെ തെറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കും വെള്ളം, ഈ തിണ്ടയ്ക്കൊക്കെ വെള്ളം ഇങ്ങനെ ഊത്താലടിച്ച് കഴിഞ്ഞാൽ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര അടിച്ച് വാരിയിട്ട് തുടച്ചിട്ടും ഒന്നും കാര്യമൊന്നുമില്ല, എന്നാലും വീണ്ടും ആവും. എന്നാലും അപ്പോഴും ഞാൻ ഇങ്ങനെ തുടച്ചും കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ചപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉമ്മറൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ പടിയും ഒക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 9 മണി 9:30 ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ മുറ്റത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് അടിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ അടിച്ചു വരണ്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തിണ്ടത്തിരിക്കണ പാത്രം നമുക്ക് കഴുകാൻ, പാത്രത്തിലുള്ള തുണി തിരുമ്പാനുള്ളതാണ് കേട്ടോ ഈ ഇരിക്കണത്. എത്ര മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും തിരുമ്പാൻ ഒരു ലോഡ് ഉണ്ടാവും കേട്ടോ എനിക്ക്. അപ്പോൾ അതൊക്കെ തിരുമ്പും വേണം, ഒക്കെ വേണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റടിക്കൽ കഴിഞ്ഞപ്പോൾ വേഗം തുണികൾ തിരുമ്പാനായിട്ട് ഇറങ്ങി കേട്ടോ. എന്നിട്ട് അകത്തത്തെ പണി ഇനി നോക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനും കൂടി തന്നെ ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് വേണം കറിയൊക്കെ വെക്കാനുള്ള അടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്കും കുട്ടികൾക്കും ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുളിച്ചിട്ടും നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വേഗം തുണികളൊക്കെ തിരുമ്പാനായിട്ട് നിന്നു. ഇപ്പോൾ ഉണക്കിയിട്ടില്ലെങ്കിലും തുണികൾ തിരുമ്പി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഴ വരുമ്പോഴത്തേന്. ഇപ്പം മഴ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അപ്പോഴത്തേന് വേഗം തിരുമ്പി വെക്കണം. എന്നിട്ട് നമ്മൾ അഴക്കയിൽ കൂടെ പുറത്തെന്തായാലും ഇടണില്ല, ഉമ്മറത്തുള്ള അഴക്കയിൽ കൂടെ ഒക്കെ ഇടണം. അഴക്കയിലുള്ള തുണികൾ ആദ്യം അകത്ത് കൂടെ ഇട്ടിട്ട് വേണം ഇവിടെ ഇപ്പം തിരുമ്പിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് കുമ്പളങ്ങയും കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്തിട്ട് എന്താ പറയുക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുമ്പളങ്ങളുടെ ഒരു കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി വെക്കാനുള്ളത് കുക്കറിലേക്കൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പരിപ്പിട്ടിട്ട് വെക്കണില്ല കേട്ടോ, തേങ്ങ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിപ്പിടുന്നില്ല. ഞാൻ പരിപ്പിടുന്ന ദിവസം തേങ്ങ അരയ്ക്കില്ല, തേങ്ങ അരയ്ക്കുന്ന ദിവസം പരിപ്പിടില്ല കേട്ടോ. അങ്ങനെയാണ് കേട്ടോ എൻ്റെ കറി വെക്കൽ. നമ്മളിങ്ങനെ ലാഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചൊക്കെ അങ്ങനെ കഴുകിയിട്ടൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാതും ഒരുമിച്ച് തന്നെ ഇടുക, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുകയൊന്നുമില്ല. എല്ലാതും ഒരുമിച്ച് ഇട്ടിട്ട് തന്നെയാണ് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്ത് വെച്ചാണ് കേട്ടോ പുറത്തേക്ക്. നല്ല തണുത്തിട്ട് ആകെ മരവിച്ച പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ ചിരകണ സമയത്ത് ഇങ്ങനെ കുനുകുനൂന്ന് തന്നെയാണ് വരുള്ളൂ. ചിരകാനായിട്ട് നല്ല പാടാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ഒന്ന് നടന്ന് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് ചിരകി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം പുറത്തേക്കൊക്കെ വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്കുള്ളത് ഇതാ കിഴങ്ങും കായയും കൂടിയിട്ട് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടാനൊക്കെ ഏകദേശം അല്ല 90% ആയി വന്നിട്ടുണ്ട്. 90 അല്ല കേട്ടോ, 95% ആയി വന്നിട്ടുണ്ട്. ഇനി തേങ്ങ നരച്ചൊഴിച്ച് തിളപ്പിച്ച് എടുത്ത് വറുത്തിടുക തന്നെ വേണ്ടുള്ളൂ കേട്ടോ. അതുവരെയൊക്കെ ആയിട്ടുണ്ട്. പുളിയൊഴിക്കലും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ അങ്ങനെ അരച്ചൊഴിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വറ്റി ഉപ്പേരിയൊക്കെ വെന്തു. ഇനി ഇതൊക്കെ വറുത്തിടാനുണ്ട്. ഉപ്പേരിയൊക്കെ ഇനി വറുത്തിടാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറി വറുത്തിടാൻ വേണ്ടി ചട്ടി, ഇപ്പോൾ നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ടാകുന്ന ചട്ടി ഉണ്ടല്ലോ അതിൽ തന്നെ അത് കയറ്റി വെച്ചാണ് കേട്ടോ. അതാണ് ആ ഉപ്പേരി വെച്ചതിൻ്റെ ആ കറയില്ല ആ എന്താ പറയുക അതിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആകെ ചട്ടി കരിഞ്ഞു കേട്ടോ. അപ്പം വേഗം ഞാൻ ഉപ്പേരിക്കുള്ള കൂട്ടാൻ വറുത്തിട്ടു. എന്നിട്ട് ചട്ടി ഒന്ന് പോയിട്ട് കഴുകി കിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പേരി പിന്നെ ഒരു എന്താ പറയുക കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചട്ടിയൊക്കെ ഞാൻ വേഗം പോയി കഴുകി എന്നിട്ടാണ് ഇപ്പോൾ വറുത്തിടുന്നത് കേട്ടോ. അതിൽ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക ഉപ്പേരിക്കുള്ള ആ മാറ്റി വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ആട്ടോ കൂടുതലും ഇടുക, പച്ചമുളക് അങ്ങനെ ഇടാറില്ല കേട്ടോ. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ മുമ്പിൽ കഴിക്കുന്ന സമയത്ത് പച്ചമുളക് കടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവും. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി മാത്രം കുറച്ചിടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വീണ്ടും മഴയാണ് കേട്ടോ. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ എൻഡ് ചെയ്യണതൊക്കെ മഴയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല മഴ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.